ഉള്ളതാണ് ഈ ചിറ. വലിയൊരു ജലാശയം. ഇത് 4 ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന ഒരു ജലാശയമാണ്. ഇതിപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് മോടിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. മഴക്കാലം വെള്ളം നിറഞ്ഞ സമയമാണ് ഇപ്പോൾ കാണുന്നത്. ചിറയുടെ സമീപത്ത് നിന്ന് നമ്മൾ നേരെ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് റോഡുണ്ട്. അത് വളഞ്ഞ് അമ്പലത്തിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അവിടുന്ന് പോകുന്നു. അവിടെ മുൻ പാടങ്ങൾ, നെൽപ്പാടങ്ങൾ, അവിടെ ഞാറ് നടുന്നതൊക്കെ കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ഇത് ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ നല്ല പച്ചപ്പായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ഇപ്പം നമ്മൾ അടുത്ത കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ കാണാത്ത ഞാറ് നടുന്ന കാഴ്ചകളെല്ലാം ഉണ്ട്. ഇതൊരു തടാകം പോലത്തെ ഒരു വെള്ളം കെട്ടിയിരിക്കുന്ന ഫുൾ പായൽ പൂപ്പിലാണ്. ഇത് വെള്ളമാണ്. അറിയാതെ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴ്ന്നു പോകും. വലിയ കുളമാണ്. അപ്പോൾ നേരെ നമ്മൾ ആഴിതീരം ചാമുണ്ടേശ്വരി ക്ഷേത്രം ഗേറ്റ് എത്താനായി. ഇതാ വളരെ ദൂരെ നിന്ന് ഗേറ്റ് കാണുന്നുണ്ട്. ഗേറ്റ് എന്നല്ല പറയാം, പ്രവേശന കവാടം എന്നാ പറയാം ക്ഷേത്രത്തിൻ്റെ. അവിടെ നിന്നും കുറച്ചുകൂടെ പോകാനുണ്ട്. അതാ അങ്ങ് ഇത് ചുറ്റും വെള്ളക്കെട്ടുകളിൽ നിന്ന് ഒരു തരം മനോഹരമായൊരു സ്ഥലം. എന്താ ഇതാണ് ആഴിതീരം ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഇന്ന് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്കൊന്നും പോകുന്നില്ല, ദൂരെ നിന്നത് കാഴ്ചകൾ. അവിടെ കണ്ടൽക്കാടും മറ്റ് വെള്ളക്കെട്ടുകളും വളരെ സൗന്ദര്യമെന്ന് പറയേണ്ട ആവശ്യമില്ല. കാണുക. ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ പാലത്തിൻ്റെ അടുത്തേക്കാവുന്നേ. അവിടെ പുഴയും കാഴ്ചകളുമുണ്ട്. ഈ ആഴിതീരം പിന്നെ അമ്പലത്തിനെ പറ്റി ഞാൻ മറ്റൊന്ന് വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ കാണിക്കുന്നതായിരിക്കും. വളരെ പൗരാണികമായ വളരെയധികം ശക്തിയുള്ള ഒരു അമ്പലങ്ങളും കാര്യങ്ങളാണ്. ഇവിടെ ആളുകൾ അതിഭക്തിയോടെയാണ് ഇവിടെ കാണുന്നത്. പരിശുദ്ധവും പരിപാവനമായ ഒരു സ്ഥലമാണ് ഇത്. ഇത് ഗുരുക്കന്മാർ തറ എന്ന് പറയുന്ന സ്ഥലം. ആഴിതീരം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഗുരുക്കന്മാർ തറ ഒരു തറയുണ്ട്. അവിടെ ആ ക്ഷേത്രം നമ്മളിപ്പോൾ കണ്ടത്. ഈ നേരെ പാലത്തിൻ്റെ അടുത്തേക്കാണ്. പിന്നെ പുഴയുടെ ഭംഗി അവിടെ ഈ മറ്റ് ചില സംഗതികളൊക്കെ നമുക്ക് കാണാനുണ്ട്. വെറും പുഴയല്ല, അത് മത്സ്യത്തിൻ്റെ സെറ്റപ്പാന്ന് തോന്നുന്നു. പാലത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പാലത്തിൻ്റെ മുകളിലെത്തി. ഈ പാലം കടന്ന് നമ്മൾ തെക്കുംപാട് എന്ന് പറയുന്ന ദ്വീപിലേക്ക് എത്തും. അപ്പോൾ തെക്കുംപാട് ദ്വീപ് പോയില്ലേ വളരെ മനോഹരമായ കാഴ്ചകൾ അടുത്ത്. ഇന്ന് ഒരു ശരിയായ രീതിയിലൊരു വീഡിയോ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്ത് തന്നെ ഭംഗിയായിട്ട് ഇവിടുന്ന് തെക്കുംപാടയിലെ മറ്റ് ദൃശ്യങ്ങളും ഒരുപാട് കാണാൻ ഒരു ദ്വീപാണ്. ആ ദ്വീപിലെ കാഴ്ചകളും മറ്റും വിശേഷങ്ങളും അടുത്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ എനിക്ക് അധികം തൃപ്തികരമായിട്ടില്ല. ഇത് പുഴയിലെ കാഴ്ചകളാണ്. നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പുഴയിലെ കാഴ്ചകളാണ് കാണുന്നത്. അവിടെ മത്സ്യത്തിൻ്റെ വളർത്തുന്ന സംവിധാനങ്ങളാണെന്ന് തോന്നുന്നു. കണ്ടോ,
ടാർപോളിനും കൊണ്ട് നീല മാർക്കറ്റിൽ ബ്രാക്കറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് കാണുന്നുണ്ട്. അതിനെ കുറിച്ച് എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കണ്ടൽക്കാടുകളെ ഭംഗിയാണ് ഇവിടെ കാണാനുള്ളത്. കൂടുതൽ ഈ സ്ഥലം മുഴുവൻ എവിടെ നോക്കിയാലും കണ്ടൽക്കാടുകളാണ്. അതാണ് ഈ തീരത്ത് സംരക്ഷിച്ച് നിർത്തുന്നതും മറ്റും. കുറച്ചുകൂടെ നന്നായി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എനിക്ക്